Chapter 3 Current Electricity. First നമ്മൾ current carriers എന്താണെന്നാണ് പഠിച്ചത്. The charged particle which constitute an electric current in solid, liquids or gases are known as current carriers. Solids-ലെ current carriers എന്ന് പറഞ്ഞാൽ എന്താണ്? Solids-ലെ current carriers എന്ന് പറയുന്നത് electrons ആണ്. Liquids-ന്റെ കേസിലോ? Liquids-ന്റെ കേസിൽ current carriers ions ആണ്. ഗ്യാസിന്റെ കേസിൽ current carriers ഇലക്ട്രോൺസും അയോൺസും വരും. അപ്പോൾ മെറ്റൽസ് അല്ലെങ്കിൽ സോളിഡ്സിന്റെ കേസിൽ ഇലക്ട്രോൺസ് ആണ്, ലിക്വിഡ്സിന്റെ കേസിൽ അയോൺസ് ആണ്, ഗ്യാസിന്റെ കേസിൽ ഇലക്ട്രോൺസും അയോൺസും കറന്റ് കാരിയേഴ്സ് ആണ്. പിന്നെ ഇലക്ട്രിക് കറന്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ നമ്മൾ അതിനൊരു ഡയറക്ഷൻ പറയാറുണ്ട്. എന്താണ് ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ? ഡയറക്ഷൻ ഓഫ് flow of positive charge gives the direction of electric current. പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് നമ്മൾ ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ആയിട്ട് പറയുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്നാൽ ഇവിടെ ഇലക്ട്രിക് കറന്റ് ഒരു ഡയറക്ഷൻ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇലക്ട്രിക് കറന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ല എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഇലക്ട്രിക് കറന്റ് വെക്ടർ ലോസ് ഒബേ ചെയ്യത്തില്ല. വെക്ടർ ലോസ് ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് കറന്റിനെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, നമ്മൾ പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് വെച്ചു. The drift velocity may be defined as the average velocity acquired by a free electron under an external electric field. It is the average velocity acquired by a free electron under an external electric field. Relaxation time. What is relaxation time? It is the average interval between two successive collisions of free electron with atom. It is the average interval between two successive collisions. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ടോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ്. റിലാക്സേഷൻ ടൈം. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ വി ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ഡ്രിഫ്റ്റ് സ്പീഡ് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന്റെ ഇക്വേഷൻ -E divided by m into tau. -E divided by m into tau. ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നതാണ് ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. How does drift velocity of electrons in a metallic conductor vary with increase in temperature? Drift velocity of electrons in a metallic conductor vary with increase in temperature. അപ്പം ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? The drift velocity of the electron decreases. ഓർക്കുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടറിലുള്ള ആറ്റംസ് കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഈ ആറ്റംസ് ആയിട്ട് കൊള്യൂഷന്റെ എണ്ണം കൂടുതലായിരിക്കും. കൂടുതൽ കൊള്യൂഷൻസ് ഉണ്ടാകുന്നത് കാരണം ഇലക്ട്രോൺസിന് വളരെയധികം ദൂരം ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യാനൊക്കത്തില്ല. അപ്പം അതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ആ പോയിന്റ് ഓർത്തിരിക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട റിലേഷൻ ആണ് I = NEA VD. I = NEA VD.
Which of the following characteristics of electrons determines the current in a conductor? Which of the following characteristics of electrons determines the current in a conductor? Drift velocity alone, thermal velocity alone, both drift velocity and thermal velocity, neither drift nor thermal velocity. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി മൂലമാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നത്. അതാണ് കറണ്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. തെർമൽ വെലോസിറ്റിക്ക് എന്താണ് റോൾ? തെർമൽ വെലോസിറ്റി, ആവറേജ് തെർമൽ വെലോസിറ്റി ഒരു കണ്ടക്ടറിൽ 0 ആയിരിക്കും. എന്താണ് തെർമൽ വെലോസിറ്റി? അതായത് ടെമ്പറേച്ചർ മൂലം ഓരോ ഇലക്ട്രോൺ റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. പക്ഷേ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 0 ആയിരിക്കും. കാരണം എന്താ? അത് പലതും പല ഡയറക്ഷനിലേക്കായിരിക്കും അത് തെർമൽ വെലോസിറ്റി പോലെ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, എടുക്കുമ്പോൾ അത് 0 ആകും. അതുകൊണ്ട് തെർമൽ വെലോസിറ്റിക്ക് റോളൊന്നുമില്ല. പകരം ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് മാത്രം. കാരണം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡ് മൂലമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുന്നത്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഇലക്ട്രിക് കറണ്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് the answer is A. Next, drift velocity of electron is due to. Drift velocity of electron is due to A. Motion of conduction electrons due to random collision. Motion of conduction electron due to electric field. Repulsion to the conduction electron due to the inner electrons of ions. Collision of conduction electrons with each other. Drift velocity of the electron is due to what? Drift velocity of electron is due to motion of conduction electron due to electric field. അപ്പോൾ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കും. ഒരു സെല്ല് ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലമാണ് കണ്ടക്ടേഴ്സിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന് ഒരു ഫോഴ്സ് കിട്ടും. ഇ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കിട്ടും. ഈ ഫോഴ്സ് മൂലമാണ് ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് കൊളീഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ കൊളൈഡ് ചെയ്തും വീണ്ടും ആക്സലറേഷൻ കിട്ടി വീണ്ടും മൂവ് ചെയ്താണ് അത് മുന്നോട്ട് പോകുന്നത്. അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ദ ആൻസർ ഈസ് ബി. A current flowing through a copper wire is passed through another copper wire of same length but of double the radius of the first one. How would the drift velocity of free electron change? The electron flowing through a copper wire is passed through another copper wire of same length but double the radius of the first one. അപ്പോൾ ഇവിടെ കോപ്പർ വയർ ആണ്. ഒരു കോപ്പർ വയറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ മറ്റൊരു കോപ്പർ വയറിലൂടെ നമ്മൾ ഫ്ലോ ചെയ്യുകയാണ്. അതിൻ്റെ ലെങ്ത് രണ്ടിൻ്റെയും സെയിം ആണ്. എന്നാൽ റേഡിയസ് രണ്ടാമത്തതിൻ്റെ റേഡിയസ് ആദ്യത്തിൻ്റെ ഡബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ I = NEA VD ആണ്. അതിൽ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എഴുതാം. VD = I/NEA എന്ന് എഴുതാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് πr² ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെയിം കറണ്ടിനെയാണ് നമ്മൾ ഫ്ലോ ചെയ്യിക്കുന്നത്. അപ്പോൾ കറണ്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ചാർജ് ഓഫ് ദി ഇലക്ട്രോണും എല്ലാം കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് VD is proportional to 1/r² എന്ന് എഴുതാം. അപ്പം R ഡബിൾ ആയി. R ഡബിൾ ആകുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി 1/4 ആവും. കാരണം ഇവിടെ r² ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അതുകൊണ്ട് R ഡബിൾ ആകുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി 1/4 ആയിട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും
ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ കറണ്ട് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊപ്പോർഷണൽ ഡിസൈൻ ഇട്ട് നമുക്കിത് എഴുതാൻ കഴിഞ്ഞത്. ഓക്കെ, Ohm's law. Ohm's law നമുക്കറിയാലോ. Ohm's law states that at constant temperature the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. V is equal to IR. ആ റിലേഷൻ ഒക്കെ അറിയാലോ, സിമ്പിൾ റിലേഷൻ ആണല്ലോ, ചെറിയ ക്ലാസ്സിലോട്ട് പഠിക്കുന്നതാണ്. ഇനി VI characteristics. The variation of V and I through two conductors A and B is shown in the figure. It is represented by the straight line. The slope V by I gives the resistance. അപ്പോൾ ഇവിടെ ഗ്രാഫ് y ആക്സിസിൽ V യും x ആക്സിസിൽ I ആണ്. അതുകൊണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് V by I ആണ്. V by I എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻസ് റെസിസ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ B എന്ന് പറയുന്ന ലൈനാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്, അതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ കണ്ടക്ടർ ബി ഹാസ് ഹയർ റെസിസ്റ്റൻസ് ദാൻ ദ കണ്ടക്ടർ എ. അപ്പോൾ സ്ലോപ്പ് കൂടുതലുള്ളതിന് കൂടുതൽ റെസിസ്റ്റൻസ് ആണ്. ഇനി ഗ്രാഫ് ഐ വി ഗ്രാഫ് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഐ വി ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ആക്സിസിലാണ് ഐ, എക്സ് ആക്സിസിലാണ് ബി. അപ്പോൾ ഐ വി ഗ്രാഫ് ആകുമ്പോൾ സ്ലോപ്പ് നമുക്ക് 1/r ആണ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/r. റെസിസ്റ്റൻസ് റെസിപ്രോക്കൽ. അപ്പോൾ കണ്ടക്ടൻസ് എന്ന് പറയാം അല്ലേ, കണ്ടക്ടൻസ് ആണ് നൽകുന്നത്. ഓക്കെ, അപ്പം 1/r ആണ് നൽകുന്നത്. അതുകൊണ്ട് സ്ലോപ്പ് കുറവുള്ളതിനാണ്, ഈ കേസിൽ സ്ലോപ്പ് കുറവുള്ളതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ വി ഐ ഗ്രാഫ് ആണോ ഐ വി ഗ്രാഫ് ആണോ തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. യൂഷ്വലി വി ഐ ഗ്രാഫ് ആയിരിക്കും നൽകുക, എന്നാലും ചെക്ക് ചെയ്തതാണ്. The voltage V and current I graphs for a conductor at two different temperatures T1 and T2 are shown in the figure. The relation between T1 and T2 is the voltage V and current I graphs for a conductor at two different temperatures T1 and T2 are shown in the figure. അപ്പോൾ ഇവിടെ വി ഐ ഗ്രാഫ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ന് നൽകും. വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് വി ഐ ഗ്രാഫ് വി ബൈ ഐ ആണ്. വി ബൈ ഐ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അല്ലേ, റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് റെസിസ്റ്റൻസ് നൽകും. അപ്പോൾ നമുക്ക് ഈ ലൈനാണ് റെസിസ്റ്റൻസ് കൂടുതലുണ്ടെന്ന് പറയാം. ഇവിടെ ടെമ്പറേച്ചറിന്റെ റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടിയാൽ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് പൊല്യൂഷൻസ് കൂടും, അപ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് ഈ ലൈനാണ്. അപ്പോൾ ടെമ്പറേച്ചർ T1 ആയിരിക്കും T2വിനേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പം T1 ഈസ് ഗ്രേറ്റർ ദാൻ T2. T1 ഈസ് ഗ്രേറ്റർ ദാൻ T2. Factors affecting the resistance of the conductor. The resistance of the conductor depends on length, nature of the material, area of cross section and temperature of the conductor. Resistivity, electrical resistivity or specific resistance, rho. Okay, rho യുടെ equation എന്താണ്? Rho is equal to RA by L. Rho is equal to RA by L. Equation പഠിച്ചിട്ടുള്ളതാണ്. A wire has a resistance of 10 ohms. It is stretched by 10% of its original length. What will be the new resistance? A wire has a resistance of 10 ohm. It is stretched by 10% of its original length. What will be the new resistance? ഒരു വയറിന്റെ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്, അതിനെ സ്ട്രെച്ച് ചെയ്യുന്നു, 10%
കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. ഒറിജിനലിൻ്റെ 10% കൂടെ അതിനെ സ്ട്രെച്ച് ചെയ്യുന്നു, വലിച്ച് നീട്ടുന്നു. നമുക്ക് ന്യൂ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വയറിനെ നമ്മൾ വലിച്ചു നീട്ടി കഴിയുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടും, പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ വോളിയത്തിൻ്റെ ബേസിസിൽ വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പും സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും വോളിയം റിമെയിൻസ് ദ കോൺസ്റ്റന്റ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വേണം ഇത് ആൻസർ ചെയ്യാൻ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Resistance of the conductor R is equal to rho L by A. R is equal to rho L by A. റോയ്ക്ക് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, കാരണം റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ആണ്, അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല, അതിന് കോൺസ്റ്റന്റ് ആണ്. എന്നാൽ എല്ലും എയും ചേഞ്ച് ആകുന്നുണ്ട്. എല്ലിന് എന്ത് സംഭവിക്കും, എയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വോളിയം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, വയറിനെ നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് A ഇൻറ്റു L ആയിട്ട് എടുക്കാം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള വോളിയം V ആണ്. ഇനി സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകത്തില്ല, അതും V ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള വിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, A ഡാഷ് ഇൻറ്റു L ഡാഷ്, A ഡാഷ് ഇൻറ്റു L ഡാഷ്. സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നുണ്ട്, ആ ഏരിയ ആണ് A ഡാഷ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A ഡാഷ്. അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആ ലെങ്ത് ആണ് L ഡാഷ്. ഓക്കെ, ഇനിയും അത് എത്രയൊക്കെയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് 10% ഇൻക്രീസ് ചെയ്യുമെന്നാണ് പഠിച്ചത് പറഞ്ഞേക്കുന്നത് അല്ലേ, 10% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇനിഷ്യൽ ലെങ്ത് L ആണ്, അതിൻ്റെ കൂടെ 10% എല്ലിൻ്റെ 10% കൂടെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ L ഇൻറ്റു 10/100. ഓക്കെ, അപ്പോൾ L പ്ലസ് L ഇൻറ്റു 10/100. അപ്പോൾ പുതിയ ലെങ്ത് എത്ര കിട്ടി? 1.1 L ആയിട്ട് കിട്ടി. 1.1 L ആണ് പുതിയ ലെങ്ത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എത്ര കുറയും? അത് നമുക്ക് ഇങ്ങനെ എഴുതാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ A ഡാഷ് ഇൻറ്റു L ഡാഷ് എന്ന് എഴുതി, അതിൽ നിന്നും A ഡാഷിൻ്റെ ഇക്വേഷൻ A ഡാഷ് ഈസ് ഈക്വൽ ടു V ബൈ L ഡാഷ് എന്ന് എഴുതാം. L ഡാഷ് എത്രയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? 1.1 L എന്നാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിയുടെ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും AL എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ AL ഡിവൈഡ് ബൈ 1.1. അപ്പോൾ L ഉം ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് A ഡാഷ് എത്ര കിട്ടി? 0.909 A. 0.909 A. അപ്പോൾ ഇനിഷ്യൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനേക്കാൾ ഡിക്രീസ് ചെയ്തു സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ എല്ലും കിട്ടി, L ഡാഷും കിട്ടി, A ഡാഷും കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്തതിന് ശേഷമുള്ള വയറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? R ഡാഷ് ഈസ് ഈക്വൽ ടു റോ L ഡാഷ് ബൈ A ഡാഷ്. L ഡാഷിൻ്റെ വില കണ്ടുപിടിച്ചിട്ടുണ്ട്, A ഡാഷിൻ്റെ വിലയും കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി റോ L ബൈ A, റോ L ബൈ A ഇതെന്താണ്? റോ L ബൈ A എന്ന് പറയുന്നത് R ആണല്ലോ അല്ലേ, R അല്ലേ? റോ L ബൈ A R ആണ്. ഓക്കെ, അപ്പോൾ അതിന് R എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1.21 R കിട്ടും. 1.21 R. ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 10 ohm. 10 ohm. ഇനിഷ്യൽ റെസിസ്റ്റൻസ് 10 ohm ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ റെസിസ്റ്റൻസ് 12.1 ohm ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വോളിയത്തിൻ്റെ ബേസിസിൽ വേണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. A wire of resistance 5 ohm is drawn out so that its length is increased to twice its original length. Calculate the new resistance.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടത്. വോളിയത്തിൻ്റെ ബേസിസിലാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണ് ചേഞ്ച് വരുന്നതെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ വയർ ഓഫ് റെസിസ്റ്റൻസ് 5 ohm. അപ്പോൾ ഇനിഷ്യൽ റെസിസ്റ്റൻസ് 5 ohm ആണ്. ഈസ് ഡ്രോൺ ഔട്ട് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ് ടു ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻക്രീസ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഇൻക്രീസ് ടു ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ എൽ ലെങ്ത് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ ലെങ്തിൻ്റെ 2 times, അപ്പോൾ 2L ആയിട്ട് മാറി. ഓക്കെ, ഇൻക്രീസ് ടു ട്വൈസ് എന്ന് പറയുമ്പോൾ ഫൈനൽ ലെങ്ത് L+L 2L ആയിട്ട് മാറി. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞേക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാൽ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പം ഒറിജിനൽ ലെങ്ത് ഉണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ 2 times കൂടെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് ആണ്, ബൈ ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഒറിജിനൽ ലെങ്ത് L ആണ്, ഇപ്പോൾ പുതുതായിട്ട് 2L കൂടെ അതിനെ ഇൻക്രീസ് ചെയ്തു. അപ്പം 2L+L 3L ആയിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇൻക്രീസ് ടു ആണോ ഇൻക്രീസ്ഡ് ബൈ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി. ബാക്കിയുള്ളതെല്ലാം തൊട്ട് മുമ്പ് പഠിച്ച അതേ സ്റ്റെപ്സ് തന്നെയാണ്. ലെങ്ത് എടുക്കുമ്പോൾ മാത്രം 2L ആണോ 3L ആണോ എന്ന് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 20 ohm എന്നാണ്. എന്നാൽ സെക്കൻഡ് ഇൻക്രീസ്ഡ് ബൈ ട്വൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അത് 45 ohm ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, a negligibly small current is passed through a wire of length 15 meter and uniform cross section 6 into 10 raised to -7 meter square, and its resistance is measured to be 5 ohm. What is the resistivity of the material at the temperature of the experiment? NCERT exercise ആണ്. NCERT exercise എല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചോണം. ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. A negligibly small current is passed through a wire of length 15 meter and uniform cross section 6 into 10 raised to -7 meter square, and its resistance is measured to be 5 ohm. What is the resistivity of the material? Resistivity ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA/L. RA/L എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആൻസർ ഈസ് 2 into 10 raised to -7 ohm meter. Two wires of equal length, one of copper and other of manganese, have the same resistance. Which wire is thicker? രണ്ട് വയർസ് ഉണ്ട്, 2 wires of equal length, one of copper and other of manganese. റെസിസ്റ്റൻസ് സെയിം ആണ്, രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് സെയിം ആണ്, ലെങ്ത് സെയിം ആണ്. ഒന്ന് കോപ്പർ ആണ്, മറ്റൊന്ന് മൻഗാനിനാണ്. ഏത് വയറിനാണ് തിക്നെസ് കൂടുതൽ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതൽ ഏതിനാണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് വയറിനും ലെങ്തും റെസിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. നമുക്ക് ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R is equal to rho L by ആണ്. അതിൽ നിന്നും റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. rho is equal to RA/L. ഇവിടെ റെസിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞു, ലെങ്തും സെയിം ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? rho is proportional to A. ഈ കേസിൽ rho proportional to A എന്ന് എഴുതാം. ഏരിയ
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏതിനാണ് കൂടുതൽ? ഇപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതൽ ഏതിനാണ്? അതിനാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതൽ. ഇവിടെ കോപ്പറിനാണോ മൻഗാനിനാണോ റെസിസ്റ്റിവിറ്റി കൂടുതൽ? മൻഗാനിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ. അതുകൊണ്ട് മൻഗാനിനായിരിക്കും തിക്കർ, കോപ്പറിനേക്കാൾ തിക്കർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. A wire X has half the diameter and half the length of a wire Y of similar material. A wire X has half the diameter and half the length of a wire Y of similar material. അപ്പോൾ Y എന്ന് പറയുന്ന ഒരു വയറുണ്ട്, X എന്ന് പറയുന്ന മറ്റൊരു വയറുണ്ട്. X എന്ന് പറയുന്ന വയറിന് Y എന്ന് പറയുന്ന വയറിൻ്റെ ഹാഫ് ലെങ്തും ഹാഫ് ഡയമീറ്ററും ഉള്ളൂ, ഹാഫ് ലെങ്തുമേ ഉള്ളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എക്സ് ടു ദാറ്റ് ഓഫ് വൈ. രണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. R is equal to rho L by A. R is equal to rho L by A. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമുക്ക് പൈ ആർ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പം റോ എൽ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ. ഇനി എക്സ് എന്ന് പറയുന്ന വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് y എന്ന് പറയുന്ന ലെങ്തിന്റെ പകുതിയാണ്. അപ്പോൾ എൽ എക്സ് എന്ന് പറയുന്നത് എൽ വൈ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന വയറിന്റെ റേഡിയസ് y എന്ന് പറയുന്ന വയറിന്റെ റേഡിയസിന്റെ പകുതിയാണ്. അതുകൊണ്ട് ആർ എക്സ് ഈസ് ഈക്വൽ ടു ആർ വൈ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി റെസിസ്റ്റൻസിന്റെ ഇക്വേഷന്റെ റേഷ്യോ എടുക്കാം. ആർ എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് വയറിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സിമിലർ മെറ്റീരിയലാണ്, റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ റോ എൽ എക്സ് ഡിവൈഡ് ബൈ പൈ ആർ എക്സ് സ്ക്വയർ എഴുതാം. സെക്കൻഡ് വയറിന്റെയോ ആർ വൈ ഈസ് ഈക്വൽ ടു റോ എൽ വൈ ഡിവൈഡ് ബൈ പൈ ആർ വൈ സ്ക്വയർ. അതിൻ്റെ റേഷ്യോ എടുക്കാം. അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ആർ എക്സ് ഡിവൈഡ് ബൈ ആർ വൈ ഈസ് ഈക്വൽ ടു റോയും പൈയും ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. പിന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? എൽ എക്സ് ഡിവൈഡ് ബൈ എൽ വൈ ഇൻറ്റു ആർ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി എൽ എക്സിന് നമുക്ക് എൽ വൈ ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ എൽ വൈ ഇൻറ്റു ആർ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ, ഇനി ആർ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? ആർ വൈ ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള ക്യാൻസൽ ഔട്ട് ചെയ്താലോ? എൽ വൈ ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നെ ആർ വൈ സ്ക്വയർ ക്യാൻസൽ ഔട്ട് ചെയ്തു. ഇവിടെ 2ന്റെ സ്ക്വയർ ആണ്, അതാണ് 4 ആയിട്ട് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ 4ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ ന്യൂമറേറ്ററിൽ 2 വരും. അപ്പോൾ 2/1. The answer is 2:1. The answer is C. Nature of electrical resistance in the
ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. R is equal to m divided by ne square tau divided by L by A എന്ന് കിട്ടും. റെസിസ്റ്റൻസിന്റെ മറ്റൊരു ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചത് R is equal to rho L by A എന്നാണ്. ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റോയ്ക്ക് എന്ത് കിട്ടും? റോ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിലുള്ള ടേം, അതായത് എം എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടും. എം എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഡെറിവേഷൻ നോക്കിയാൽ മതി, തിയറിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ റോയുടെ ഒരു ഇക്വേഷൻ ആണ് റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. എൻ ഇ സ്ക്വയർ ടോ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നുള്ളത് ഈ ഇക്വേഷനിൽ നമുക്ക് എഴുതാം. Inversely proportional to the number of electrons per unit volume of the conductor. Inversely proportional to the number of free electrons per unit volume of the conductor. As the value of n depends upon the nature of the conductor, so resistivity depends on the nature of the conductor. Resistivity depends on the nature of the conductor. Okay. Second, inversely proportional to the average relaxation time. Relaxation time on denominator ആണ്. It is inversely proportional to average relaxation time. Inversely proportional to average relaxation time. The average speed of the electron increases as temperature increases. Hence, frequency of collision increases. The increase in frequency of collision decreases the relaxation time. Hence, resistivity of a metal increases with increase in temperature of the conductor. The resistivity of a metal increases with increase in temperature. Okay. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ ഇൻസുലേറ്ററിന്റെ കേസിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ദ നമ്പർ ഡെൻസിറ്റി n increases with temperature. Hence resistivity decreases with temperature. ഓക്കെ. അപ്പം സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ഇൻസുലേറ്റേഴ്സിന്റെ കേസിലും സ്മോൾ എൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും, n കൂടും. ഓക്കെ. അതുകൊണ്ട് resistivity decreases with temperature. Resistivity decreases with temperature. Okay. Dependence of temperature on resistivity. The resistivity of a material depends on temperature. The variation of resistivity rho can be written as equation എങ്ങനെ എഴുതാം? Rho T is equal to rho 0 into 1 plus alpha T minus T0. അപ്പം rho T എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T. rho 0 എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അറ്റ് എ റെഫറൻസ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ റെഫറൻസ് ടെമ്പറേച്ചർ എടുക്കുകയാണ്, 0 ഡിഗ്രിയോ അല്ലെങ്കിൽ 0 കെൽവിൻ അങ്ങനെയുള്ള ഒരു റെഫറൻസ് ടെമ്പറേച്ചർ എടുക്കുക. അവിടെ നിന്നും T ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചേഞ്ച് ആകും എന്നുള്ളതാണ് rho T നമുക്ക് നൽകുന്നത്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പം റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. മറന്നുപോയതും റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. Temperature coefficient of resistivity alpha is equal to rho T minus rho 0 divided by rho 0 into T minus T0. Okay. അതിന്റെ യൂണിറ്റ് per Kelvin അല്ലെങ്കിൽ per degree Celsius. അതുപോലെ തന്നെ ആൽഫ ഈസ് പോസിറ്റീവ് ഫോർ മെറ്റൽസ്. മെറ്റൽസിന്റെ കേസിൽ ആൽഫ പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ആൽഫ നെഗറ്റീവ് ആയിരിക്കും. ആൽഫ നെഗറ്റീവ് ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഡിക്രീസസ്. As the temperature increases, the resistance decreases in the case of insulators and semiconductors. But in the case of metals, alpha is positive, which means as temperature increases, the resistivity also increases. റെസിസ്റ്റൻസിന്റെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ വേണ്ടി.
റെസിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ റെഫറൻസ് ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് നൽകും. അതിനുശേഷം ഒരു ടി ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അപ്പോഴുള്ള റെസിസ്റ്റൻസ് കണ്ടക്ടർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് T0. ഇത് NCERT എക്സസൈസ് ആണ്, നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഞാൻ പെട്ടെന്ന് പറയാം. ഇക്വേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. At room temperature that is 27 degrees Celsius, the resistance of a heating element is 100 ohm. അപ്പം ഇവിടെ റൂം ടെമ്പറേച്ചർ ആണ് റെഫറൻസ് ടെമ്പറേച്ചർ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ ടെമ്പറേച്ചറിൽ അതായത് 27 ഡിഗ്രി സെൽഷ്യസിൽ എലമെന്റിന്റെ റെസിസ്റ്റൻസ് 100 ഓം ആണ്. What is the temperature of the element if the resistance is found to be 117 ohm? 117 ഓം ആണെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് 117 ഓം ആകുന്നത്? What is the temperature of the element if the resistance is found to be 117 ohm? അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട് 1.70 ഇൻറ്റു 10⁻⁻⁴. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. റെഫറൻസ് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആണ് 27 ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് 100 ഓം ആണ്. നമുക്ക് 117 ഓം റെസിസ്റ്റൻസ് ആകേണ്ട ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. ഇവിടെ കിട്ടുക 1027 ഡിഗ്രി സെൽഷ്യസ്. At what temperature will the resistance of a copper wire becomes 3 times its value at 0 degree Celsius? Temperature coefficient of resistance of copper is 4 into 10⁻⁻3. At what temperature will the resistance of a copper wire becomes 3 times its value at 0 degree Celsius? അപ്പം ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് റെഫറൻസ് ടെമ്പറേച്ചർ. ആ റെഫറൻസ് ടെമ്പറേച്ചറിലെ ഒരു കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് അത് 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടെമ്പറേച്ചർ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലായിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതായിരുന്നു ഇക്വേഷൻ. RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി മൈനസ് T0. ഇവിടെ ആൽഫ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ഇൻറ്റു 10⁻⁻3 പെർ ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ റെഫറൻസ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ET ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. R0യും RTയും വാല്യൂ ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ RT എന്ന് പറയുന്നത് R0യിൽ ഉള്ള റെസിസ്റ്റൻസിന്റെ 3 ടൈംസ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നമുക്ക് റെഫറൻസ് ടെമ്പറേച്ചറായ 0 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് R0 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ RT എത്രയായിരിക്കും? RT എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് R0 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം RTക്ക് പകരം നമുക്ക് 3 R0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R0 അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. 1 പ്ലസ് ആൽഫ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി മൈനസ് T0. T0 0 ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ സ്മോൾ ടി ആയിട്ട് എടുത്തു. ഈ സ്മോൾ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10⁻⁻3. It is 500 degree Celsius. 500 degree Celsius. Okay. Temperature coefficient of resistivity is different for different materials. നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റൽസിന്റെ കേസിൽ the temperature coefficient of resistivity alpha is positive. Alpha positive എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? As the temperature increases, the resistance also increases. The resistivity also increases. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി
കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും എന്നുള്ളതാണ് ഈ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചറിലും കോപ്പർ അലൂമിനിയം പോലുള്ള മെറ്റൽസ് ഒരു ലിനിയർ ഷേപ്പ് കാണിക്കത്തില്ല. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടത്തില്ല. എന്നാൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയതിന് ശേഷം ഏകദേശം റൂം ടെമ്പറേച്ചർ മുകളിലോട്ട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാറുണ്ട്. എന്നാൽ ലോ ടെമ്പറേച്ചറിൽ അത് ഒബേ ചെയ്യാറില്ല. അതാണ് ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയൽ നിക്രോം എന്ന് പറഞ്ഞ ഒരു അലോയ് ആണ്. എന്തിൻ്റെയൊക്കെ അലോയ് ആണ്? നിക്കൽ, അയൺ, ക്രോമിയത്തിന്റെ അലോയ് ആണ്. അത് വീക്ക് ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ആണ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. വെരി വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ. മെൻഗാനിൻ, കോൺസ്റ്റന്റൻ have similar properties. These materials are thus widely used in wire-bound standard resistors since their resistance value would change very little with temperature. But temperature increase ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് വലിയ ചേഞ്ച് ഒന്നും ഇത്തരം അലോയ്സിയുടെ കേസിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് അതിനെ നമുക്ക് റെസിസ്റ്റൻസ് വയർ ബൗണ്ട് റെസിസ്റ്ററും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുക. വലിയ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ വരുമ്പോൾ മാത്രമേ റെസിസ്റ്റിവിറ്റിക്ക് ചെറിയ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. അതാണ് ഈ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു MCQ. നിക്രോം ഓർ manganese is widely used in wire-bound standard resistors because of their temperature-independent resistivity, very weak temperature-dependent resistivity, strong dependence of resistivity with temperature, mechanical strength. What is the answer? Explain ചെയ്തല്ലോ, പെട്ടെന്ന് പറ. Yes, the answer is B. That is very weak temperature dependent resistivity. Very weak temperature dependent resistivity. സെമികണ്ടക്ടേഴ്സിന്റെ കേസിൽ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ആൽഫ നെഗറ്റീവ് ആണ്. ആൽഫ നെഗറ്റീവ് ആകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് the resistivity decreases. അതാണ് ആൽഫ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആണ് എടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഇൻ ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്ററിൻ്റെ കേസിലും ആൽഫ നെഗറ്റീവ് ആണ്. As the temperature increases, the resistivity decreases. Which of the following material is used to make wire wound standard resistor? Manganese, germanium, copper, carbon. Wire wound standard resistors ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മൻഗാനിൻ, നിക്രോം പോലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മൻഗാനിൻ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഈസ് മൻഗാനിൻ. Assertion reason question ആണ്. Bending a wire does not affect electrical resistance. Bending a wire does not affect electrical resistance. Reason: resistance of wire is proportional to resistivity of material. Assertion എന്താ പറഞ്ഞത്? Bending of wire does not affect electrical resistance. അപ്പോൾ ഒരു വയർ തന്നിരിക്കുന്നു. ആ വയറിനെ നമ്മൾ ബെൻഡ് ചെയ്യുകയാണ്, വളച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസിന്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് ബെൻഡിങ് ഓഫ് വയർസ് ഡസ് നോട്ട് എഫക്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പം ഇതിൻ്റെ അസേർഷൻ കറക്റ്റ് ആണ്. കാരണം ഒരു വയർ നമ്മൾ ബെൻഡ് ചെയ്തെന്നും പറഞ്ഞ് അതിൻ്റെ റെസിസ്റ്റൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല.
റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്? അതിൻ്റെ ലെങ്തിനെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വയർ ഇങ്ങനെ വളച്ചു വെച്ചു എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ബെൻഡ് ചെയ്തെന്നും പറഞ്ഞ് അതിൻ്റെ റെസിസ്റ്റൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. റീസൺ എന്താ പറയുന്നത്? റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു ρl/A ആണ് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ആണ്, റോയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ദ ആൻസർ ഈസ് എ.